നമ്മുടെ വ്യോമസേന മേധാവി ഒരു നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ തിരിച്ചടിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ വ്യോമസേന മേധാവി പറയുന്നു അവരുടെ 8 വിമാനങ്ങൾ തകർന്നു. അത് കൃത്യമായ വിവരം തന്നെയാണോ അതോ അതിൽ കൂടുതൽ നഷ്ടങ്ങൾ? ഇപ്പോൾ നൂർഖാൻ വിമാനത്താവളം അടക്കം അവരുടെ പല എയർബേസുകളും വലിയ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി എന്നൊക്കെ പറയുന്നുണ്ട്. കിരാന ഹിൽസിന്റെ അടുത്ത് വരെ ബ്രഹ്മോസ് മിസൈൽ പോയി എന്ന് പറയുന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഈ ഇല്ലായ്മ, അതായത് തകരാറുകൾ അല്ലെങ്കിൽ തകർക്കലുകൾ ഒക്കെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ നിന്ന് 15 ബ്രഹ്മോസ് മിസൈലുകളാണ് പോയത്. അതിനെണ്ണമുണ്ട്. ഈ 15 പോയതിൽ 2 മറ്റോ കിരാന ഹിൽസിൽ പോയിട്ടുണ്ട്. ബാക്കി 13 പോയേക്കുന്നത് പാകിസ്ഥാൻ്റെ വ്യോമസേന താവളങ്ങൾ ലക്ഷ്യമിട്ടാണ്. അതിൽ 2 കാര്യം ഇപ്പോൾ വ്യോമസേന മേധാവി പറയുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ജഗോപ്പാബാദ്, പിന്നെ ഒന്ന് ഭൊലാരി, ഈ 2 സ്ഥലങ്ങളിൽ വലിയ ആക്രമണം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 13 2 നമുക്ക് ഓക്കെ, ബാക്കി 11. ഇനി ഈ 2 സ്ഥലത്തും ഒന്നിൽ കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ പോയോ എന്നറിയില്ല. ഏതായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ നൂർഖാൻ എയർബേസ് അടക്കം ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വ്യോമസേന മേധാവി AP സിംഗ് ബംഗളൂരുവിലൊരു ചടങ്ങിൽ പങ്കെടുക്കവേ ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോഴാണ് പറഞ്ഞത് 1ഉം 2ഉമല്ല 6 പാക് വിമാനങ്ങൾ അത് പറക്കുന്ന സമയത്ത് തകർത്തു. 2 അവരുടെ സൈനിക താവളത്തിൽ പാർക്ക് ചെയ്ത് നമ്മളവിടെ വ്യോമാക്രമണം നടത്തിയപ്പോൾ 2 അങ്ങനെയും തകർന്നിട്ടുണ്ട്. ഇത് കൃത്യമായ കണക്കല്ല. പല വ്യോമസേന താവളങ്ങളും പല എയർബേസുകളും ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടെ സൂക്ഷിച്ചിരുന്ന പല വിമാനങ്ങളും ഗുരുതരമായി തകരുകയോ പൂർണ്ണമായി നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകും. അത് എത്ര ഉണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ കണക്കുകളല്ല, ലഭ്യമല്ല. പാകിസ്ഥാൻ ഒരിക്കലും അത് വെളിപ്പെടുത്തത്തുമില്ല. അപ്പോൾ നമുക്ക് കൃത്യമായ കണക്ക് പ്രകാരം 8 വിമാനങ്ങൾ, അതിൽ 2 അവാക്സ് ആണ്. അവാക്സ് എന്ന് പറഞ്ഞാൽ എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ചുരുക്കി പറഞ്ഞാൽ വിമാനത്തിൽ ഘടിപ്പിച്ച റഡാർ സംവിധാനമുള്ള വിമാനങ്ങൾ. അതിനെ നമ്മൾ ബിഗ് ബേർഡ് എന്നൊക്കെയാണ് സൈനികർ അതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ അതൊരെണ്ണം പറന്ന് നിന്നപ്പോഴും അങ്ങനെയും തീർന്നിട്ടുണ്ട്. ഈ ഭൊലാരി എന്ന് പറയുന്ന സ്ഥലത്ത് വ്യോമസേന താവളത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഈ പറയുന്ന അവാക്സ് സംവിധാനമുള്ളൊരു വിമാനവും കൂടാതെ അവിടെ അമേരിക്കയുടെ ഒരു F-16 വിമാനവും അവിടെ പാർക്ക് ചെയ്തിരുന്നു. അവിടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കയറ്റിയിരുന്നു. ആ വിമാനവും തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ വ്യോമസേന മേധാവി AP സിംഗ് ക്രെഡിറ്റ് കൊടുക്കുന്നത് റഷ്യൻ നിർമ്മിത S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഈ നമ്മുടെ അതിർത്തിയിലേക്ക് വന്ന പാക് വിമാനങ്ങളെ തുരത്തിയത്, അതിനെ വെടിവെച്ചിട്ടത് എന്നുള്ളതാണ് ഈ പറയുന്ന വ്യോമസേന മേധാവി പറയുന്നത്. ഇവിടെ വ്യോമസേന മേധാവി നമ്മുടെ ഭരണ നേതൃത്വത്തിനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത്. കാരണം സൈനികർക്ക് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള. അത് ആ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പേരിൽ നമ്മൾ തന്നെ ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തു, അത് കൃത്യമായി നടപ്പിലാക്കി. അതുമാത്രമല്ല, എന്തുമാത്രം ആക്രമണം നടത്തണം, ഒരു തുറന്ന ഒരു യുദ്ധമല്ല ഇന്ത്യ ആഗ്രഹിച്ചത്. കൃത്യമായ പ്ലാൻ ചെയ്ത് എവിടെയൊക്കെ ആക്രമിക്കണം എന്നുള്ള കൃത്യമായ പ്ലാൻ ചെയ്ത് അവിടെ ആക്രമിച്ചു. ആ ലക്ഷ്യം നേടിയ ശേഷം അത് കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാനും പറ്റി. പിന്നെ ഈ പറയുന്ന പോലെ എന്താണോ ചെയ്യാൻ പ്ലാൻ ഇട്ടത് സൈന്യം തന്നെയാണ് തീരുമാനിച്ചത്, സൈന്യം തന്നെ അതിന് ഉത്തരവിട്ടു. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യയുടെ കുറേ വിമാനങ്ങൾ വീഴ്ത്തിയെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ വ്യോമസേന മേധാവി ഇന്ന് നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഇന്ത്യ ആദ്യം ആക്രമിച്ചത് പാക് അധീന കാശ്മീരിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചിത്രങ്ങൾ, ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വിട്ടുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിച്ചത്. അതുമാത്രമല്ല, അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ അവിടെ ഒരു ഇന്ത്യ ആക്രമിച്ചതായി കാണിച്ചിട്ടുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിക്കുന്നത്. 8 പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. അത് തെളിവുകളുള്ളത്.
ബാക്കി അവിടെ വ്യോമസേനാ താവളത്തിൽ എത്ര എണ്ണം തകർക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ചർച്ചാ കേന്ദ്രമായിരിക്കുന്ന നൂർഖാൻ എയർബേസ് ആണ്. ചില വാർത്തകൾ വരുന്നത് ഔദ്യോഗിക സ്ഥിരീകരണമല്ല, അവിടെ അമേരിക്കൻ സൈനികരടക്കം അവിടെ ഉണ്ടായിരുന്നു. ആ അമേരിക്കൻ സൈനികർക്കടക്കം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതികാരം എന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഇന്ത്യ 15 ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഇന്ത്യ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി കടന്നു ചെന്ന് ഇന്ത്യ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ട് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കൃത്യം പറഞ്ഞാൽ മെയ് 7-ാം തീയതി നടന്നത് രൂക്ഷമായ ഒരു പോരാട്ടമായിരുന്നു. പാകിസ്ഥാന് വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടമുണ്ടായി. അവർ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഈ അവാക്സ് എന്ന് പറയുന്ന വിമാനം ഒരു അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിമാനത്തിൽ ഘടിപ്പിച്ച റഡാർ സംവിധാനമാണ്. അപ്പോൾ ആ വിമാനത്തിൻ്റെ നാശം മാത്രമല്ല, ആ റഡാർ സംവിധാനത്തിൻ്റെ നാശം കൂടി വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം അതിനുണ്ടാവും. അതുമാത്രമല്ല, പല വ്യോമസേനാ താവളങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാന് സ്വയം തിരിച്ചറിവുണ്ടായി, ഇനിയും ഇന്ത്യയുമായിട്ടൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടം അതിഭീകരമായിരിക്കും. അതുമാത്രമല്ല, തിരിച്ചടിക്കാനുള്ള ശേഷിയും നമ്മൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. അങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തിയതെന്നാണ് വ്യോമസേനാ മേധാവി ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ഇത് പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അവർ അംഗീകരിക്കില്ലല്ലോ. അത് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യവും തങ്ങൾക്കുണ്ടായ നഷ്ടം ഇത്ര നഷ്ടം സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം പിന്നെ എന്തിനാ ഇന്ത്യ എത്ര നഷ്ടപ്പെട്ടു എന്ന് പറയണമെന്ന് കിടന്നു. അതായത് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചത് ഇന്ത്യയുടെ പല സൈനിക മേധാവിയും, കൃത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ CDC അനിൽ ചൗഹാൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ത്യയുടെ ചില വിമാനങ്ങൾ താഴെ വീണിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അപ്പോഴത്തെ ഒരു പ്രതിസന്ധി, അപ്പോഴത്തെ ഒരു സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ച് നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളത്. ഏതോ ചില വിമാനങ്ങൾ വീണിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എത്ര വിമാനങ്ങൾ എന്നുള്ളത്, അത് ഏതൊക്കെ വിമാനങ്ങളൊന്നും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 വിമാനങ്ങൾ എന്ന രീതിയിൽ ഇന്ത്യയുടെ 5 ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് അവകാശവാദം അയാളൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതുകൂടാതെ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇന്ത്യയുടെ 3 റഫേൽ വിമാനങ്ങൾ തകർത്തിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ ഇതുവരെ നമ്മളൊരു സ്ഥിരീകരണം കൊടുത്തിട്ടില്ല. പക്ഷേ റഫേലിൻ്റെ നിർമ്മാതാക്കളായ ദസോത്ത് ഏവിയേഷൻസിൻ്റെ CEO ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ത്യക്ക് ഒരു റഫേൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു ഏറ്റുമുട്ടലിലല്ല, ഒരു പരിശീലന പറക്കലിനിടയിൽ ഏതാണ്ട് 20,000 അടി ഉയരെ നടത്തിയ ഒരു പരിശീലന പറക്കലിനിടയിൽ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലം ഒരു റഫേൽ വിമാനം ഇന്ത്യയുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ദസോത്ത് CEOയുടെ വെളിപ്പെടുത്തൽ. പക്ഷേ അതും ഇതുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. കാരണം ഇന്ത്യക്ക് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ആരോപണങ്ങൾ വന്നതല്ലാണ്ട് ഇന്ത്യ ഇതുവരെ ഒരിടത്തും സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു പരിധിവരെ ഇപ്പോൾ മുഖവിലേക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ദസോത്ത് ഏവിയേഷൻസിൻ്റെ CEO പ്രസ്താവനയാണ്, ഒരെണ്ണം എന്നുള്ളത്. അത് മാറ്റി നിർത്തിയാൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണെന്നുള്ളത് ഈ വ്യോമസേന മേധാവിയുടെ തന്നെ ഈ വാദങ്ങൾ തെളിവ് സഹിതമാണല്ലോ പുറത്തു വിട്ടേക്കുന്നത്. വാദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാനാണ് ഇങ്ങോട്ട് വന്ന് വെടിനിർത്തൽ അഭ്യർത്ഥന നടത്തിയതെന്നുള്ള കാര്യം കൂടി ഉള്ളപ്പോൾ ഇന്ത്യക്കായിരുന്നു ആ ആക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ മേധാവിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അടിവരായിട്ട് പറയാൻ സാധിക്കും.